ഹലോ, ജുജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജുജുമായുടെ റെസിപ്പി ഒരു പോളയാണ്, ഒരു നോൺ വെജ് പോള. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് മക്രോണിയും ചിക്കനും വെച്ചിട്ടാണ്. മക്രോണി ചിക്കൻ പോള നിങ്ങൾ വേറെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ അതല്ല, ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 പിടി മക്രോണിയാണ് വേണ്ടത്. 2 പിടി മക്രോണി നല്ലപോലെ കഴുകിയിട്ട് എടുക്കണം. മക്രോണി കഴുകുമ്പോൾ നിങ്ങളെപ്പോഴും നല്ല തണുത്ത വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. മക്രോണി വേവിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മക്രോണി ആദ്യമായിട്ട് അതല്ലെങ്കിൽ മക്രോണി കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കും ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. മക്രോണി വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് മക്രോണി ഇട്ട് കൊടുക്കേണ്ടത്. മക്രോണി ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം വെള്ളത്തിലേക്ക്. ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിനിഗർ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ മക്രോണി ഒരു കാരണവശാലും ഒട്ടിപ്പിടിക്കില്ല. ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും മക്രോണി വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളി നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളി മതിയാവും കേട്ടോ. ഈ സമയം കൊണ്ട് മക്രോണി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. മക്രോണി വേവിക്കുന്ന സമയത്ത് അത് ഒരു 80% വേവാകുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുക്കണം. അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്രോണിയുടെ 2 അറ്റവും ആ ഒരു വൈറ്റ് കളറ് മാറി വരിക എന്നാണ് വേവുന്നതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മക്രോണി കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്, ഒരു ഡ്രെയിനറിൽ വേണം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമ്മൾ അടുത്തതായിട്ട് വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടർ നല്ല ലോ ഫ്ലെയിമിൽ വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബട്ടർ, പിന്നെ ആദ്യം നമ്മൾ ഗാർലിക്ക് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തില്ലേ അതിട്ട് കൊടുക്കുക. ചിലർക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. കാരണം ഇത് ഗാർലിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവർ വരും. അതിഷ്ടമല്ലാത്തവർ ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. എന്നിട്ട് അതിലേക്ക് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ അത് ഇളക്കണം. ബട്ടറുമായിട്ട് ചേരുന്ന രീതിയിൽ കൈ എടുക്കാതെ ഈ മൈദ ബട്ടറുമായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൈദ കട്ട ഉടഞ്ഞു കിട്ടുന്നത് വരെ നല്ലോണം കട്ട ഉടച്ച് വേണം ഈ പാലുമായിട്ട് ഇതിനെ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമുക്ക് ഈ കട്ടയെല്ലാം ഉടഞ്ഞ് എത്രത്തോളം കട്ട ഉള്ള മൈദയായിരുന്നെങ്കിൽ പോലും നമുക്ക് കട്ടയില്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് കട്ട ഉടച്ച് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ഐറ്റംസാണ്. കുരുമുളക് പൊടിയും ചതച്ച മുളകും. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് പിന്നെ മല്ലിയില നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയില സാധാരണ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒർഗാനോ ആഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മളത് ചെയ്യുന്നില്ല. അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സോസിൻ്റെ പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒന്നുകിൽ നല്ലപോലെ കൈവച്ച് പിച്ചിയെടുത്തതോ അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതോ ആക്കിയിട്ട് ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലെത്തും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മക്രോണിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ പോള ഉണ്ടാക്കുമ്പോൾ, അതായത് മക്രോണി ചിക്കൻ പോള ഉണ്ടാക്കുമ്പോൾ വൈറ്റ് സോസിൽ ആരും ചെയ്യാറില്ല, ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ജുജുമ വൈറ്റ് സോസും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് നമുക്കത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക.
നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ഗ്ലാസ്സിന് തൊട്ട് മുകളിൽ അത്രയും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് ആക്ച്വലി ഒരു ഫ്യൂഷൻ പോലെയാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് അതിൻ്റെ അരികുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. ഒരു 7 ബ്രെഡ് പീസസ് എടുക്കേണ്ടി വരും. എന്നിട്ട് അതിനെ നമ്മുടെ മുട്ടയുടെ ഈ മിക്സിലൊന്ന് മുക്കിയിട്ട് നല്ല പോലെ മുക്കിയെടുക്കണം. മുക്കിയിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കണം. നമ്മുടെ ആ കടായിയുടെ ഷേപ്പിൽ, കടായിയുടെ ബേസ് ഷേപ്പ് ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഇതിനെ ഒട്ടും ഗ്യാപ്പില്ലാണ്ട് നിരത്തി കൊടുക്കണം. അപ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡിനെ ഏത് ഷേപ്പിലേക്കും മുറിച്ച് ഇതേപോലെ നിരത്തി ലെയറാക്കി കൊടുക്കുക. അങ്ങനെ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പില്ലാണ്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ മക്രോണിയുടെ മിക്സ് ഇതുപോലെ നിരത്തി കൊടുക്കുക. നല്ല തിക്കായിട്ട് നിരത്തി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പില്ലാണ്ട് ലെയർ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ അത് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല ഫില്ലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ മുക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ മുട്ടയുടെ മിക്സില്ലേ, അതിൽ ബാലൻസ് ഉള്ളത് ഇതിൻ്റെ മുകളിലേക്ക്, പ്രത്യേകിച്ചും അതിൻ്റെ സൈഡുകളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു നിരത്തിയതിലൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ അടച്ചിട്ട് അടിയിൽ വേറൊരു കട്ടിയുള്ള പാൻ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം. പോള റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കൊരു മഴവില്ല് കാണാം. അങ്ങനെ നമ്മുടെ പോള ദാ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലോണം വെന്ത് ഒരു കറക്റ്റ് നല്ല പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 2 സൈഡും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ബ്രെഡ് ചിക്കൻ മക്രോണി പോള റെഡി ആയിട്ടുണ്ട് ഇൻ വൈറ്റ് സോസ്. അതാണ് നമ്മുടെ ഈ ബ്രെഡ് പോളയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെയർ എങ്ങനെയാണ് ഉള്ളിലിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതൊക്കെ ആവുന്ന സമയത്ത് നമ്മളധികം
ഓയിൽ യൂസ് ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കും ആയിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള പോള അങ്ങനെയുള്ള ഐറ്റംസിനാണ് എപ്പോഴും നമ്മൾ കൂടുതലും ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കാനായിട്ട് എപ്പോഴും ബെറ്ററായിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ പോളയുടെ അകം. ആ ഒരു ലെയർ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.